ഇന്ത്യൻ സിനിമയിൽ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ഒരുക്കാൻ കെൽപ്പുള്ള സംവിധായകരുടെ എണ്ണം വളരെ പരിമിതമാണ്. S രാജമൗലി, പ്രശാന്ത് നീൽ, മണിരത്നം, ശങ്കർ തുടങ്ങിയ അപൂർവം ചിലർ മാത്രം വാഴുന്ന ഈ നിരയിലേക്ക് ഒരു മലയാളി വനിത എത്തുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സിനിമയുടെ ചരിത്രമെടുത്താൽ നടി ഷീല മുതൽ അഞ്ജലി മേനോൻ വരെയുള്ള മലയാളി വനിതാ സംവിധായകർ ഒരുക്കിയ ചിത്രങ്ങളെല്ലാം ചെറിയ ക്യാൻവാസിലായിരുന്നു. എന്നാൽ ഗീതു മോഹൻദാസിന്റെ കഥ വേറെയാണ്. KGF എന്ന ആഗോള ഹിറ്റിന് ശേഷം ഇന്ത്യ ഒട്ടാകെ ആരാധകരുള്ള സൂപ്പർ താരമായി വളർന്ന യാഷിന്റെ അടുത്ത ചിത്രം ആര് സംവിധാനം ചെയ്യുമെന്ന ചർച്ചകൾ ഏറെ കാലമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. പ്രശാന്ത് നീലടക്കം പല പ്രമുഖരുടെയും പേരുകൾ ഉയർന്നു കേട്ടു. എന്നാൽ എല്ലാരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആ വമ്പൻ പ്രഖ്യാപനം വന്നു. ഗാങ്സ്റ്റർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രം ടോക്സിക് സംവിധാനം ചെയ്യുന്നത് ഗീതു മോഹൻദാസ് ആണെന്ന്. മലയാളികൾ മാത്രമല്ല, ഇന്ത്യൻ ചലച്ചിത്ര ലോകം ഒന്നടക്കം ഈ പ്രഖ്യാപനത്തിൽ ഞെട്ടി. കാരണം ഏകദേശം 600 കോടിയോളം രൂപ മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ഒരു മെഗാ പ്രൊജക്റ്റാണിത്. കൃത്യമായ ബജറ്റ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും 500 മുതൽ 1000 കോടി രൂപ വരെ എന്ന വലിയ സംഖ്യകളാണ് സിനിമാ ലോകത്ത് കേൾക്കുന്നത്. ഇത്രയും വലിയൊരു ബിഗ് ബജറ്റ് സിനിമ ചെയ്യാനുള്ള മുൻ പരിചയം ഗീതുവിനുണ്ടായിരുന്നില്ല. കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെയാണ് ഗീതു സംവിധാന രംഗത്തേക്ക് വരുന്നത്. തുടർന്ന് ഹിന്ദിയിൽ ഒരുക്കിയ ലയേഴ്സ് ഡൈസ് എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ലെങ്കിലും ഒട്ടേറെ രാജ്യാന്തര അംഗീകാരങ്ങളും ഓസ്കാർ നോമിനേഷനും നേടി ഗീതുവിലെ മികച്ച ഫിലിം മേക്കറെ അടയാളപ്പെടുത്തി. പിന്നീട് നിവിൻ പോളിയെ നായകനാക്കി ഒരുക്കിയ മൂത്തോൻ എന്ന ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ഈ ചിത്രങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി പ്രമേയത്തിലും കഥാപാത്ര സൃഷ്ടിയിലും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതവുമായാണ് ഗീതു ടോക്സിക്കിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ നാളിതുവരെ ഒരു വനിതാ സംവിധായകയും ഇത്രയും വലിയൊരു മെഗാ പ്രൊജക്റ്റുമായി മുന്നോട്ട് വന്നിട്ടില്ല. KVN പ്രൊഡക്ഷൻസിനൊപ്പം യാഷ് തന്നെ നിർമ്മാണ പങ്കാളിയാകുന്ന ഈ ചിത്രം വെറുമൊരു പ്രൊജക്റ്റ് അല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മലയാള വനിതയുടെ ചരിത്രപരമായ മുന്നേറ്റമാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഉറപ്പായും വിജയിക്കുമെന്ന് അണിയറ പ്രവർത്തകരെക്കാൾ കൂടുതൽ വിശ്വസിച്ചത് സാധാരണ പ്രേക്ഷകരായിരിക്കും. വൈകാതെ ഇതൊന്ന് ഇറക്കി വിട്, ഞങ്ങൾ കണ്ടോളാം എന്ന മട്ടിലായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. ആ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല. സർവം നിവിൻ മയത്തിനൊപ്പം ഗിരീഷ് ഏഡിയുടെ ആ ഹിറ്റ് കൂട്ടുകെട്ടും കൂടി ചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് മറ്റൊരു മനോഹരമായ റോം കോം എന്റർടൈൻമെന്റ് ആണ്. നിവിൻ പോളി സ്ക്രീനിൽ പ്രണയിക്കുമ്പോഴൊക്കെ ആ പ്രേമം ചരിത്രമാക്കിയ ശീലമാണ് മലയാളി പ്രേക്ഷകർക്ക് ഉള്ളത്. പഴയ തലമുറ മുതൽ ഇന്നത്തെ ജെൻസി പിള്ളേരുടെ ഇടയിൽ വരെ ആ പ്രണയത്തിന് ആരാധകർ നിരവധിയാണ്. നിവിൻ ഫാൻസിന് ഒരു മുഴുനീള വിരുന്നാണ് ഈ ചിത്രം സമ്മാനിക്കുന്നത്. പ്രേമത്തിലെ ജോർജിനെയും വടക്കൻ സെൽഫിയിലെ ഉമേഷിനെയും ഓർമ്മിപ്പിക്കുന്ന ഭാവപ്രകടനങ്ങളായാണ് ജസ്റ്റിൻ എന്ന കഥാപാത്രമായി നിവിൻ ഇതിലെത്തുന്നത്. കറുകുറ്റിയിൽ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനാണ് ജസ്റ്റിൻ. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ ഇടവക സമൂഹവും ഷോർട്ട് ഫിലിം ഭ്രാന്തനായ അനിയൻ ജോയലും അച്ഛനമ്മയും അടങ്ങുന്നതാണ് അവന്റെ ലോകം. തന്റെ ബിസിനസ് പങ്കാളിയായ ബൈജു ചേട്ടനെ പോലെ ലൈഫിൽ ഒരു സിഗ്മയായി തുടരാനാണ് ജസ്റ്റിന്റെ പ്ലാൻ. എന്നാൽ അയൽക്കാരിയായ ആഷ്ലിയും കുടുംബവും എത്തുന്നതോടെ കഥ മാറുന്നു. നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനും എന്നാൽ കെട്ടുപ്രായം കഴിഞ്ഞിട്ടും ഒറ്റത്തടിയായി നടക്കുന്നവനുമായ ജസ്റ്റിനും ആഷ്ലിക്കും ഇടയിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രണയം ഉടലെടുക്കുന്നു. തന്നേക്കാൾ 10 വയസ്സ് കുറഞ്ഞ കുട്ടിയെ പ്രണയിക്കുമ്പോൾ നാട്ടിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളാണ് ജസ്റ്റിന്റെ മനസ്സിനെ അലട്ടുന്നത്. ഈ മനോഹര പ്രണയമാണ് ഗിരീഷ് ഏഡി ഒരുക്കിയ ഈ ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. തന്റെ സേഫ് സോണിൽ നിവിൻ പോളി ഫുൾ ഓൺ മോഡിലാണ്. ആദ്യ പകുതി ഒരു 1.5 നിവിൻ ഷോ എന്ന് തന്നെ പറയാം. കാമുകനായും ചേട്ടനായും കൂട്ടുകാരനുമായും ഒക്കെ നിവിൻ തകർത്താടുന്നു. ആഷ്ലിയായി മമിത ബൈജു കൂടി എത്തിയതോടെ ചിത്രം വേറെ ലെവലായി. പ്രായ കൂടുതലുള്ള ഒരു കാമുകന്റെ നാണവും കള്ളത്തരങ്ങളും ഒക്കെ നിവിന്റെ മുഖത്ത് മിന്നിമറയുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ ജോർജിനെ ഒന്ന് ഓർത്തു പോകും.